മുന്നിലിരിക്കുന്ന പ്ലേറ്റിൽ നീരജ ചോറ് വിളമ്പി. ഡെന്നി തല ഉയർത്തി എല്ലാവരെയും നോക്കി. നാൻസിയുടെ മുഖം കരഞ്ഞു വീർത്തിട്ടുണ്ട്. മാനുവൽ ഡെന്നിയെ നോക്കി ചിരിച്ചു. പനിയൊക്കെ മാറിയില്ലേ? ക്ലാസ് മിസ്സാക്കാതെ പോകാൻ നോക്ക്. നാളെ പോകണം ഇച്ചായ, പക്ഷെ അപ്പച്ചന് ഡ്രൈവ് ചെയ്യാൻ വയ്യാന്ന്. സക്രിയ തല താഴ്ത്തിയിരിക്കുവാണ്. എന്തിനാ അങ്കിൾ ചെക്കൻ്റെ പഠിപ്പ് കളയുന്നേ? പറ്റുന്നില്ല. ഡ്രൈവ് ചെയ്യുമ്പോൾ ശരീരം വിറയ്ക്കുക, തളർന്നു പോകുന്നു. എൻ്റെ അപ്പച്ചൻ, ഞാൻ അറിഞ്ഞില്ലല്ലോ. മകനായി ഇങ്ങനെ ഒരുത്തൻ ഉണ്ടായിട്ടും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഡെന്നി അയാളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയെല്ലാം മറക്കണം. ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. ഒരു റൂമിൽ ഒറ്റയ്ക്ക്, ആരോടും മിണ്ടാതെ. മോൻ ഒന്ന് നോക്കൂ. അതിനെന്താ, നോക്കാം. നാൻസി എന്താ കഴിക്കാത്തെ? ഡെന്നി സൗമ്യമായി ചോദിച്ചു. അവൾ വിങ്ങലോടെ പ്ലേറ്റിലെ ചോറിൽ കൈയിട്ട് ഇളക്കി. അവനെ നോക്കിയതേയില്ല. മമ്മയ്ക്ക് ഒന്നുമില്ല, അപ്പച്ചൻ്റെ നഷ്ടം, വിശ്വസിച്ചവൻ ചെയ്ത ക്രൂരത. പതിയെ നമുക്ക് ആൻറ്റിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം. അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് തലകുലുക്കി. എഡിൻ, നിനക്ക് ഇച്ചായനാ, ഞാനും. മനു, നാളെ പോകാൻ റെഡിയായിക്കോ, ഞാൻ കൊണ്ടാക്കാം. എന്നാ ചേച്ചി. പെട്ടെന്ന് അവൻ വായ പൊത്തി പിടിച്ചു. ഡെന്നിക്ക് അവൻ പറയാൻ വന്നത് എന്താന്ന് മനസ്സിലായതും ചിരിയോടെ കണ്ണടച്ച് കാട്ടി. മനു പുരികമുയർത്തി എന്തെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ, ആനി എവിടെ? സക്രിയയും നാൻസിയും ആനി ആരാ എന്ന രീതിയിൽ ഇരിക്കുവാണ്. ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഒരേ കിടപ്പ. അതും പോരാഞ്ഞ് അപ്പച്ചൻ്റെ ഫോട്ടോ നോക്കി കരച്ചിലും. കഴിക്കുവാണോ? അരുണ വന്നതും ത്രേസ്യാമ്മ മുഖം വീർപ്പിച്ചു വെച്ചു. വല്യമ്മച്ചി, ചോറ് കവിളിൽ ഒതുക്കാതെ കഴിക്ക്. നീ എവിടെയാടി കൊച്ചേ പോയത്? വലിയ പോലീസുകാരി ആയതുകൊണ്ട് ആരോടും പറയാതെ എവിടെയും പോകാമെന്നാണോ? ഏയ് അല്ല, വല്യമ്മച്ചി പള്ളിയിൽ പോയിരുന്നില്ലേ, അപ്പോഴാ ഓഫീസിൽ നിന്ന് കോൾ വന്നത്. അരുണ കള്ളം പറഞ്ഞതും ഡെന്നി ചുമയ്ക്കാൻ തുടങ്ങി. കൊച്ചിരിക്ക്, കഴിക്കാം. വേണ്ട വല്യമ്മച്ചി, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. വയററിയാതെ കഴിച്ചു പോയി. ഇനി ഒന്ന് കിടക്കണം. ദേവിക ഉണ്ടാക്കുന്ന ആഹാരം അങ്ങനാ. അവൾ ചമ്മലോടെ കണ്ണടച്ചു. ഇനി അങ്ങോട്ട് പോകണ്ട. കല്യാണം ഈ ആഴ്ച തന്നെ നടത്താം. അരുണയുടെ മുഖം വിടർന്നു. സക്രി, ഹരിയും മോളും ഇഷ്ടത്തിലാ. അവരുടെ വിവാഹം നടത്താനാ എൻ്റെ തീരുമാനം. നീ എന്തു പറയുന്നു? ഇഷ്ടപ്പെട്ടവരെ പിടിക്കേണ്ട അമ്മച്ചി. അയാൾ മേരിക്കുട്ടിയെ നോക്കിയാണ് അത് പറഞ്ഞത്. എന്നാ അങ്കിൾ, എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. നിഷയുടെ എക്സാം കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ മിന്നുകെട്ടാണ്. ജന്മം കൊണ്ട് അപ്പനല്ലേലും അവളെ വളർത്തിയ ആളാണല്ലോ. അയാൾ ത്രേസ്യാമ്മയുടെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി. മകൻ്റെ മനസ്സിലെ വിങ്ങൽ ആ അമ്മയ്ക്കറിയാം. നാൻസി പതിയെ എഴുന്നേറ്റു. എന്താ മോളെ, ഒന്നും കഴിച്ചില്ലല്ലോ? നീരജ പറഞ്ഞു. എനിക്ക് വിശപ്പില്ല. അരുണയുടെ സന്തോഷം നിറഞ്ഞ മുഖം കാണുമ്പോൾ അവളുടെ ഉള്ളം സങ്കടത്തിൽ വിങ്ങി. ചേറിലും ചാണകപ്പൊടിയിലും കിടക്കുന്നവൻ എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കിയവനെ കെട്ടാൻ ഒരു IPS കാരി. അഹങ്കാരം തലയ്ക്ക് പിടിച്ചപ്പോൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. അവൾ സൂസൻ അരികിലിരുന്നു. ഡെന്നി കൈ കഴുകി വന്ന് ഒരു പ്ലേറ്റിൽ ചോറും കറികളും വിളമ്പി. ഇച്ചായൻ്റെ വയറ്റിൽ കോഴിക്കുഞ്ഞുണ്ടോ? ഇതെന്ത് തീറ്റിയാ? മനു കളിയാക്കി ചിരിച്ചു. പോടാ, ഇതെൻ്റെ ആനിക്കാ. ഏതാനി? നിന്റെ ചേച്ചി നിഷാനി. പിന്നെ നാളെ എനിക്കൊപ്പം അവളും ഉണ്ടാകും നിന്നെ സ്കൂളിൽ കൊണ്ടാക്കാൻ. ചെക്കൻ സക്രിയെ കാണാതെ തള്ളവിരൽ ഉയർത്തി. ഡെന്നി വരുമ്പോൾ നിഷ കിടക്കുവാണ്. കാലുകൊണ്ട് വാതിൽ ചേർത്ത് അടച്ച ശബ്ദം കേട്ടതും അവൾ ചാടി പിടഞ്ഞെഴുന്നേറ്റു. എന്താ ആനി ഇത്? എന്ത് കോലമാണ്? ഈ മുടിയെങ്കിലും ഒന്ന് കെട്ടിവെച്ചൂടെ? അവൻ കട്ടിലിൻ്റെ ഒരു സൈഡിലിരുന്നു. എന്താ എൻ്റെ കുഞ്ഞൊന്നും കഴിക്കാത്തേ? എനിക്ക് വിശപ്പില്ലേച്ച. അതെന്താ, ഞാൻ നോക്കട്ടെ. വേണ്ട. അവൾ തല താഴ്ത്തി. കഴിക്കാതെ പട്ടിണി കിടന്നാൽ പോയവർ തിരികെ വരുമോ? ആൻറ്റി പറയുന്നത് ശരിയാ. ഒരു നശിച്ച ജന്മമാണ് എൻ്റേത്. മേരിയമ്മയെ പപ്പ സ്നേഹിച്ചിട്ടേയില്ല. എന്നെ ചൊല്ലി അവർക്കിടയിൽ എന്നും വഴക്കാ. ഇപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ. എന്തിനാ ഈ വല്യപ്പച്ചൻ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? ആ ഓർഫനേജിൽ ജീവിച്ച് പോയേനെ. ഇതിപ്പോൾ എല്ലാവരുടെയും ജീവൻ എടുക്കാനായിട്ട് ഭൂമിയിലേക്ക് വന്നതുപോലെ തോന്നുക. എൻ്റെ ആനി, നീ ഇത് എന്തൊക്കെയാ ഈ പറയുന്നത്? പിന്നെ വല്യപ്പച്ചൻ്റെ വിധി അതായിരുന്നു. കർത്താവ് എന്ത് ക്രൂരനല്ലേ ഇച്ച. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ വല്യപ്പച്ചൻ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. എന്നിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കവിളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ ചൂണ്ടുവിരൽ വെച്ച് അവൻ തുടച്ചു നീക്കി. പറയാൻ പറ്റില്ല. എന്തേലും വലിയ പാപം നിന്റെ വല്യപ്പച്ചൻ ചെയ്തിട്ടുണ്ടാകും. ജയിച്ച എൻ്റെ വിധ മാറും. എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും. പക്ഷേ കവിളിലിരുന്ന അവൻ്റെ കൈയെ തട്ടി മാറ്റി
ഡെന്നിക്ക് നേരെ നിഷ വിരൽ ചൂണ്ടി. ആനി, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ സീരിയസ് ആക്കിയോ? വല്യപ്പച്ചൻ എനിക്ക് ദൈവമാ, തമാശയ്ക്ക് പോലും ഇങ്ങനെ പറഞ്ഞാൽ ക്ഷമിക്കില്ല ഞാൻ. 3 വയസ്സിൽ ഇവിടേക്ക് എന്നെ കൊണ്ടുവന്നതാ. മേരിയമ്മയേക്കാൾ എനിക്കിഷ്ടം വല്യപ്പച്ചനെയാ. അവൾ ശ്വാസം ആഞ്ഞു വലിക്കുന്നുണ്ട്. എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ലേച്ചാ. ഡെന്നി ഒന്നും മിണ്ടാതെ അവളുടെ പാറി പറന്ന് കിടക്കുന്ന മുടിയെ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു. എൻ്റെ കർത്താവേ, ആ മനുഷ്യനെ ഇവള് വെറുക്കോ? ആനിക്ക് അതിന് കഴിയോ? മതി, ദേ ഇത് കഴിക്ക്. അവൻ ചോറ് കറിയുമായി കുഴച്ച് ഒരു ഉരുള അവളുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു. എനിക്ക് വേണ്ടിച്ച, ഒന്നും തൊണ്ടയ്ക്ക് കീഴേ ഇറങ്ങുന്നില്ല. കഴിക്കാനി, എനിക്ക് ദേഷ്യം വന്നാൽ അറിയാലോ, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. നിഷയുടെ കവിളുകൾ വീർത്തു. എൻ്റെ പൊന്നല്ലേ, നീ ഇങ്ങനെ വാടി തളർന്നിരിക്കുന്നത് എനിക്ക് വേദനയാ. എന്നെ സങ്കടപ്പെടുത്താൻ ആനിക്കിഷ്ടമാണോ? അവൾ വായ തുറന്നു. പ്ലേറ്റിലിരുന്ന ചോറ് മൊത്തം കഴിച്ചു. ഇനി വിശപ്പ് മാറിയോന്ന് ഇച്ചായ നോക്കട്ടെ. കൈ വയറ്റിൽ വെച്ച് തഴുകിയതും അവൾ ആ കൈയിലും അവൻ്റെ മുഖത്തും മാറി മാറി നോക്കി. ഡെന്നി ചുണ്ട് കൂർപ്പിച്ചു. എത്ര ദിവസമായി എന്നറിയോ? അവൾ പെട്ടെന്ന് പിന്നിലേക്ക് നീങ്ങിയിരുന്നു. എന്തു പറ്റി ആനി? ഡെന്നി വെപ്രാളത്തിൽ ചോദിച്ചു. അത് എനിക്ക് വയറുവേദന രാവിലെ മുതലുണ്ട്, കുളിച്ചില്ല, തല ചുറ്റുവാ. വിക്കി പറയുവാണ്. ഡെന്നിക്ക് അവളുടെ മുഖം കാണുമ്പോൾ വിഷമം വന്നു. വയ്യായികയാണോ? ഈ ചായൻ കുളിപ്പിച്ചു തരട്ടെ? വേണ്ട, തമാശ പറഞ്ഞതല്ല. അവളെ ഇരു കൈയിലും വാരിയെടുക്കുമ്പോൾ ബെഡ്ഷീറ്റിൽ കണ്ണുകൾ ഉടക്കി. ഇത്രയ്ക്കും വയ്യായെങ്കിൽ ആരോടേലും പറയാമായിരുന്നില്ലേ? അത് പപ്പ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് മേരിയമ്മ ഇങ്ങോട്ട് വന്നില്ല. വഴക്ക് പേടിച്ചിട്ടാവും. അമ്മ ഉണ്ടായിരുന്നല്ലോ, ഡെന്നി കടുപ്പത്തിൽ പറഞ്ഞു. ആൻറ്റി വന്നതാ, ബുദ്ധിമുട്ടാവില്ലേന്ന് കരുതി പറഞ്ഞില്ല. ദേ, നല്ല അടി വെച്ച് തരും കേട്ടോ. അത് നിന്റെ ആൻറ്റി മാത്രമാണോ? അല്ലേ ഇച്ച? അല്ല, എൻ്റെ അമ്മ. നിന്റെ അമ്മ കൂടി അല്ലേ പൊന്നാ? എന്നാ ഇനി പറയാം. നിഷയിൽ ചെറിയൊരു പുഞ്ചിരിയുണ്ട്. ഒന്നും കഴിക്കാഞ്ഞിട്ടാ വേദന വന്നത്. ഫ്രഷായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. കിടന്നാൽ മാറും. അവളെ താഴെ നിർത്തി പൈപ്പ് തുറന്നു. ദേ, ചൂട് വെള്ളത്തിൽ കുളിക്ക്. അവൻ പുറത്തേക്കിറങ്ങി. ആനി, ഡോർ അടയ്ക്കണ്ട, ഞാൻ ദേ വരുന്നു. റൂമിൽ കിടന്ന ഒരു ചെയർ ബാത്റൂമിനകത്തിട്ടു. അവളെ പിടിച്ച് അതിലിരുത്തി. ഇച്ചയ? നിഷ വെപ്രാളത്തോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. കുറച്ച് പച്ചവെള്ളത്തിൽ തല മാത്രം നനച്ചു. സോപ്പിട്ട് തലമുടി കഴുകി ഇറക്കി കൊടുത്തതും അവനാണ്. ദേഹത്ത് വെള്ളം വീണ് നനഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൻ്റെ ശ്രദ്ധ മുഖത്ത് മാത്രമാണ്. ടവലെടുത്ത് തല തുവർത്തി ചുറ്റി കെട്ടിവെച്ചു. ഇനി ഞാൻ പോട്ടെ എൻ്റെ കൊച്ച്, പതിയെ മേല് കഴുക്. ദേഹം തളരുവാണേൽ എന്നെ വിളിക്ക്, ഞാൻ പുറത്തു തന്നെ ഉണ്ട്. ഡെന്നി പുറത്തേക്ക് ഇറങ്ങും മുന്നേ അവൻ്റെ ഷർട്ടിൽ അവൾ പിടിമുറുക്കി. താങ്ക്സ് ഇച്ച. അവൻ പുഞ്ചിരിയോടെ ആ തുടുത്ത കവിളിൽ ഒന്ന് തട്ടി. ഡോർ ലോക്കിട്ടില്ലേലും പ്രശ്നമൊന്നുമില്ല. പേടിയാണേൽ ലോക്കിട്ടോ. നിഷ തല കുലുക്കി. അവനെ പൂർണ്ണ വിശ്വാസമായതുകൊണ്ട് വാതിൽ ചേർത്ത് അടച്ചതേയുള്ളൂ. ഡെന്നി ബെഡ്ഷീറ്റ് എടുത്ത് ബിന്നിലേക്കിട്ടു. നിമിഷങ്ങൾക്ക് ശേഷം തലയിലിരുന്ന ടവലിളക്കി ദേഹത്തേക്ക് ചുറ്റി. മുട്ടിനൊപ്പം മാത്രമേ ടവലിന് ഇറക്കമുള്ളൂ. ഇതും ഇട്ട് എങ്ങനെയാ ഇറങ്ങുക? ഇച്ചായൻ പോയിട്ടുണ്ടാവോ? നോക്കിയാലോ? വാതിൽ കുറച്ച് തുറന്ന് എത്തി വലിഞ്ഞു നോക്കിയതും ഡെന്നി ചിരിയോടെ വാതിലിന് അടുത്തേക്ക് വന്നു. അവളൊന്ന് പരിങ്ങി. ദാ, ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കണ്ട. ഡ്രസ്സ് അവൾക്ക് മുന്നിലേക്ക് നീട്ടി. നിഷ കൈ പുറത്തേക്കിട്ടു. വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്ന കയ്യിൽ അവൻ്റെ വിരൽ ചലിച്ചു. വിറയലോടെ അവൾ കൈ മാറ്റി. ഡോറടച്ച് അതിൽ ചാരി നിന്നു. ഡ്രസ്സുകൾ മാറുമ്പോൾ നാണത്തോടെ അവൾ ചിരിച്ചു. എൻ്റെ ചായന് ഇതൊക്കെ അറിയാം. നിഷ പുറത്തേക്കിറങ്ങുമ്പോൾ ഡെന്നി ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുന്നുണ്ട്. ഞാൻ ചെയ്യാ ഇച്ചായ? വേണ്ട, കഴിഞ്ഞു. ഇനി എൻ്റെ ആനി ഇവിടെ കിടന്നു. എന്തിന്? എനിക്ക് കിടക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഡെന്നിയുടെ കൂർത്ത നോട്ടം. പേടിയോടെ അവൾ കിടന്നു. അടുത്തായിരുന്ന് നിഷയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വയർഭാഗത്തെ ടോപ്പ് കുറച്ചുയർത്തിയതും അവൾ തടസ്സം പോലെ പിടിച്ചു. വേണ്ട ഇച്ചായ, ഹോട്ട് വാട്ടർ ബാഗ് വയ്ക്കാനാ, നല്ല ആശ്വാസം കിട്ടും. അയ്യേ, അതായിരുന്നോ? അറിയാതെ അവൾ പറഞ്ഞു പോയി. പിന്നെ എൻ്റെ മോള് എന്തെന്നാ കരുതിയേ? അവൻ ഉറക്കെ ചിരിച്ചതും നിഷ കണ്ണുകൾ മുറുകെ അടച്ചു. വയറ്റിൽ അവിടെയായി ചൂട്, ഒപ്പം അവൻ്റെ വിരലിൻ്റെ തണുപ്പും.
ആനി ഇപ്പം എങ്ങനെയുണ്ട്? വേദന മാറിയോ? ഹോസ്പിറ്റലിൽ പോകണോ? വേണ്ടിച്ച, നന്നായി മാറി. അവൾ എഴുന്നേറ്റ് അവൻ്റെ തോളിൽ ചാരിയിരുന്നു. നാളെ രാവിലെ ഞാൻ മനുവിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവുക. പപ്പ സമ്മതിച്ചു ചോദിച്ചാ? പിന്നെ ആനിയും എൻ്റെ ഒപ്പം വരണേ. തിരികെ വരുമ്പോൾ കല്യാണ ഡ്രസ്സ് വാങ്ങണം. ആർക്കാ കല്യാണം? നമുക്കാണോ? പിന്നെ എക്സാമാണ്, മറക്കല്ലേ ചേച്ചാ. ഡെന്നി അവളെ ചുഴിഞ്ഞു നോക്കി. നിഷയെ വാരിയെടുത്ത് മടിയിലേക്ക് ഇരുത്തി. അയ്യടി, എൻ്റെ കുഞ്ഞിൻ്റെ മോഹം നോക്കണേ. നമുക്കല്ല, ഹരിക്കും അരുണയ്ക്കുമാണ് കല്യാണം. നാളെ വല്യമ്മച്ചി അമ്മയും ദേവിയമ്മയെ കാണാൻ പോകും. ഏറ്റവും അടുത്തൊരു ദിവസം ഡേറ്റ് എടുത്ത് തിരികെ വരും. ഡെന്നി അവളുടെ തോളിൽ താടിയിട്ട് ഉരസി. ഇച്ച, നമ്മുടെ കാര്യം അങ്കിളിനോട് ഞാൻ പറഞ്ഞു. പപ്പ എതിര് പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ ഇച്ചായ? എഡിനെയാ ഇഷ്ടം. ഒന്നും പറഞ്ഞില്ല. ആ മനസ്സിൽ എവിടെയോ നീയുണ്ട്. അവൾ തല കുലുക്കി ചിരിച്ചു. സത്യാടി, ഈ മോളെ കാണാനില്ലാന്ന് അറിഞ്ഞ നിമിഷം ലക്ഷങ്ങൾ വിലയിലോ ടെൻഡറും വേണ്ടാന്ന് വെച്ചിട്ടാണ് കൊച്ചിയിൽ നിന്നും രാത്രി ഇവിടേക്ക് ഓടിയെത്തിയത്. നിഷ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. സക്കറി, ത്രേസ്യാമ വിളിച്ചതും അയാൾ മുഖത്തെ മറച്ച കൈകൾ എടുത്തു മാറ്റി തല ഉയർത്തി. അകത്തേക്ക് വരാവോ മക്കളെ? അതെന്ത് ചോദ്യമാ അമ്മച്ചി? എനിക്ക് ആരോടും വെറുപ്പില്ല. അയാൾ എഴുന്നേറ്റു. ത്രേസ്യാമ്മ മകൻ്റെ തലമുടിയിൽ വിരൽ കടത്തി തഴുകി. തെറ്റുപറ്റിപ്പോയി, എനിക്കും അതിയാനും. നല്ലതെന്ന് കരുതിയതെല്ലാം വിഷപ്പാമ്പുകളാണെന്നറിയാൻ വൈകിപ്പോയി. സക്രിയ പുച്ഛത്തോടെ ചിരിച്ചു. അപ്പച്ചന് തെറ്റുപറ്റുന്നത് ഇത് ഒരു തവണയല്ലല്ലോ അമ്മച്ചി. മക്കളെ, ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അയാളുടെ സ്വരം ഉറച്ചിരുന്നു. മേരിക്കുട്ടിയോട് നീ ചെയ്യുന്നത് നീതിയാണോ? വല്യമ്മച്ചി കടുപ്പത്തിൽ തന്നെ ചോദിച്ചു. തെറ്റു തന്നെയാ. പക്ഷേ അപ്പച്ചനും അവളുടെ അപ്പനും ചെയ്ത തെറ്റിനോളം വരില്ല. സ്നേഹിക്കണമെന്ന് മനസ്സ് പറയുമ്പോൾ എനിക്കതിന് പറ്റുന്നില്ല. ഐസക്കിനും പണം മാത്രം മതിയായിരുന്നു. എൻ്റെ അപ്പച്ചനും അവനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? സക്കറി, നീ എന്തൊക്കെയാ മക്കളെ ഈ പറയുന്നത്? അപ്പച്ചൻ പണത്തെ മോഹിച്ചിട്ടില്ല. മേരിയെ അതിയാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. കൺമുന്നിൽ കളിച്ചു വളർന്ന കൊച്ച്. അപ്പച്ചൻ തന്നേക്കാൾ മേരിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് സൂസന് തോന്നി. അതുകൊണ്ടാ ആ പാവത്തിനെ സൂസൻ വെറുത്തത്. പിന്നെ നീയും അവൾക്കൊപ്പം ചേർന്ന് അതിനെ വേദനിപ്പിച്ചു. അമ്മച്ചി അപ്പച്ചനെ ന്യായീകരിക്കണ്ട. ചാണ്ടിയുടെ ഏക മകൾ, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത സ്വത്ത്. അതിനുവേണ്ടിയല്ലേ ആ പാവം പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ച് കയ്യിൽ കൊടുത്തത്? അവസാനം ഒരു ത്യാഗം. മകനെ കൊണ്ട് കെട്ടിച്ചു. ഹോ, വലിയ മനുഷ്യൻ. ഇഷ്ടമുണ്ട് അമ്മച്ചി. ജന്മം തന്ന മനുഷ്യനല്ലേ, അതുകൊണ്ട് മാത്രം. വല്യമ്മച്ചി ദയനീയമായി മകൻ്റെ കയ്യിൽ പിടിച്ചു. എടാ മക്കളെ, ചാണ്ടിയാ എല്ലാം ചെയ്തത്. പക്ഷേ ആ പയ്യന് എന്ത് സംഭവിച്ചു എന്ന് അപ്പച്ചനറിയില്ല. ഇനി ഒരു പക്ഷേ അവൻ ചതിച്ച് കടന്നു കളഞ്ഞതാണെങ്കിലോ? വല്യമ്മച്ചി ഒരു സംശയം പറഞ്ഞു. ഇല്ലമ്മച്ചി, അവൾ എന്നോട് എല്ലാം പറഞ്ഞതാ. അയാൾ അങ്ങനെ ചെയ്യില്ല. അവര് അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടല്ലേ? ഐസക്കിൻ്റെ നാവ് കുഴഞ്ഞു പോകുന്നു. എന്നെങ്കിലും ഒരു നാൾ അയാൾ വരുമോ? മേരി, എനിക്ക് അവളെ സ്നേഹിക്കാൻ പേടിയാ. അയാൾ വിതുമ്പലോടെ വല്യമ്മച്ചിയുടെ വയറ്റിൽ മുഖം പൂഴ്ത്തി. വർഷം 20 കഴിഞ്ഞു. ഇനി വരില്ല. ചാണ്ടിയുടെ സ്വഭാവത്തിന് ഒന്ന് തള്ളിയിട്ടുണ്ടാവും. എന്നാലും എന്തിനാ മക്കളെ അവരെ തമ്മിൽ അകറ്റിയത്? നിന്റെ സംരക്ഷണം അതിന് കിട്ടിയിരുന്നേൽ ഐസക്ക് എൻ്റെ കൊച്ചിനോട് ഈ പ്രവൃത്തി ചെയ്യില്ലായിരുന്നു. ആരും തുണയില്ലാത്തത് കൊണ്ടല്ലേ എഡിൻ പോലും മോശമായി പെരുമാറിയത്? സക്രിയ മൗനമായി. പിന്നെന്തോ ആലോചിച്ച് ചിരിച്ചു. അവൾ അമ്മയാണ്. കയ്യിലിരിക്കുന്നത് മാറോട് ചേർന്നുറങ്ങുന്നത് തൻ്റെ കുഞ്ഞാണ് എന്ന് മനസ്സിലാക്കാൻ ഏതൊരമ്മയ്ക്കും കഴിയും. അവിടെ മൂന്നാമതൊരാളുടെ ആവശ്യമില്ല. അവർ അകന്നു മാറി നിന്നതുകൊണ്ട് അപ്പച്ചനെ മേരി വെറുത്തില്ല. ഇല്ലേൽ എൻ്റെ അപ്പച്ചൻ തെറ്റുകാരനായനെ. അത് വേണ്ട, ഞാൻ ദുഷ്ടനാ. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒരു ചുവരിന് ഇപ്പുറം നിന്ന അരുണയുടെ തലയ്ക്കുള്ളിൽ ഒരുതരം മൂളൽ മാത്രം. നിഷയുടെ അച്ഛനാര് കണ്ടുപിടിക്കണം. പക്ഷെ ഒരിക്കലും മേരിയമ്മയ്ക്കും അങ്കിളിനും ഇടയിലേക്ക് ആ മനുഷ്യൻ വരരുത്.